തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മുന്നണികൾക്കിത് ജീവൻ മരണ പോരാട്ടമാണ്. വീറും വാശിയോടെയും കളത്തിലിറങ്ങിയ സ്ഥാനാർത്ഥികൾ പല വിവാദ വിഷയങ്ങളും ജനശ്രദ്ധയിലെത്തിക്കാൻ കിടഞ്ഞ് പരിശ്രമിച്ചു. CPM BJP ഡീലാരോപണവും SDP ബന്ധവും ജമാഅത്തെ ഇസ്ലാമി UDF ബാന്ധവവും കോൺഗ്രസിന്റെ വയനാട് വീട് നിർമ്മാണവും ശബരിമലയും പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദമടക്കം ഒരു ഡസനിലേറെ വിഷയങ്ങൾ അലയടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടമാണ് അവസാന നിമിഷത്തിലേക്ക് ടോപ്പ് ഗിയറിലേക്ക് എത്തുന്നത്. ഇനി ജനം തീരുമാനിക്കട്ടെ ആർക്ക് പച്ചക്കൊടി കാട്ടാമെന്ന്. ഇനി 5 ദിവസത്തെ ദൂരം മാത്രമേ ഉള്ളൂ ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. മുന്നണികളുടെ പ്രതീക്ഷകൾ നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. BJP നേതാവ് റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ ശ്രീ MA നിഷാദ്, ഒപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ എന്നിവർ ചേരുകയാണ്. ശ്രീ MA നിഷാദ്, മൂന്നാം പിണറായി സർക്കാർ എന്ന പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ഇടത് മുന്നണി എവിടെയെങ്കിലും കാലിടറിയിട്ടുണ്ടോ? അതേ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണോ? 100+100+ എന്ന പാർട്ടിയുടെ പ്രഖ്യാപനം അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്, അതിലും ഏറെയാണോ LDF പ്രതീക്ഷിക്കുന്നത്? ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുകൂടി ഓർത്തു വെക്കുക ശ്രീ MA നിഷാദ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഏത് മുന്നണിയാണെങ്കിലും 100-ൽ കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും പ്രതീക്ഷിക്കുന്നു. ഒന്നുമല്ലാത്ത ചിത്രത്തിൽ പോലും ഇല്ലാത്ത NDA പോലും സർക്കാർ ഉണ്ടാക്കുമെന്നൊക്കെയല്ലേ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പോളിംഗ് ശതമാനം ഭയങ്കരമായിട്ട് കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനം തീരുമാനിച്ചിട്ടുണ്ട്. നോക്കൂ, ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്ന ഒരു 3 മുതൽ 4% വരെയുള്ള ഒരു വിഭാഗം ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര കിടന്ന് ബഹളം വെച്ചിട്ടൊരു കാര്യമില്ല. ജനം പലതും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള വിഷയം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ കേവല ദാരിദ്ര്യം കൂടി മാറ്റുമെന്ന് പ്രകടനപത്രികയിൽ എത്തിയിട്ട്, അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരുപടി മുന്നിലാണ് LDF എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അവർ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത് വർഗീയ പ്രചാരണങ്ങളുമായി വരുന്ന ഒരു വിഭാഗത്തെ മാത്രമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങൾ മൊട്ടക്കുന്നുകളെ മാധ്യമങ്ങളോട് പറയേണ്ട ഒരു കാര്യമായി, ഈ മൊട്ടക്കുന്നുകളെ പർവ്വതീകരിച്ച് കാണിക്കരുത്. വോട്ടാത്ര അകലിനെ പോലെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാനിവിടെ വളരെ സീരിയസ് ആയിട്ടൊരു വിഷയം താങ്കളുടെ മുന്നിലും എന്നെ ശ്രമിക്കുന്നതിനെ കാണുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF ആണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും കണ്ണിൽ എണ്ണയൊഴിച്ച് 2 വിഭാഗത്തിലെ പ്രവർത്തകരും നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സമീപകാലങ്ങളിൽ ഇലക്ഷനിലൊക്കെ വരുന്നിരിക്കുന്ന വിഷയങ്ങളെല്ലാം അറിയാം. ഇപ്പം ആന്ധ്രാപ്രദേശിൽ തന്നെ ഈ ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഈർച്ചയാവാം, കുറേയൊക്കെ സത്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ അർദ്ധസത്യങ്ങളായിരിക്കാം. പോളിംഗ് ശതമാനം കൂടുന്നതിനേക്കാളും ഉപരിയായിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ രാത്രി കാലങ്ങളിൽ 15 ലക്ഷത്തോളം പോളിംഗ് നടന്നു എന്നുള്ളൊരു വസ്തുത ഈ പല മുഖ്യധാര മാധ്യമങ്ങളിൽ വരെ വന്നിട്ടുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നത് അല്ല, അർദ്ധസത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ LDF UDF പ്രവർത്തകർ ജാഗരൂകരായിരിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു മണ്ണുണ്ട്, കേരളത്തിൻ്റെ മണ്ണും കേരളത്തിൻ്റെ ഒരു മനസ്സുമുണ്ട്. ആ മനസ്സെപ്പോഴും വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ മാത്രമേ എന്നും ഏത് കാലത്തും അവിടെയാണ് ആരോപണം ആദ്യമേ തന്നെ കോൺഗ്രസ് ഉയർത്തുന്നു, UDF ഉയർത്തുന്നു. പ്രചാരണരംഗത്ത് വലിയ തോതിൽ തന്നെ അതൊരു ശബ്ദമാക്കി മാറ്റിയെടുക്കാൻ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പ്രതിപക്ഷ നേതാവ് അത് ആദ്യം ഓൺ ചെയ്യുകയാണ്. അതിനുശേഷം ACC സംഘടനാ സെക്രട്ടറി അടക്കം KC വേണുഗോപാൽ പിന്നാലെ പറയുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിലേക്ക് എത്തുമ്പോഴും അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി ശബ്ദമുയർത്തുകയും പ്രചാരണ രംഗത്ത് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊരു വാസ്തവം എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇപ്പോൾ ഈ ഡീലെന്ന് പറഞ്ഞ കാലാകാലങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഡീലുണ്ടെന്നൊന്നും. അപ്പോൾ ആർക്ക് തമ്മിലുള്ള ഡീല് എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. പക്ഷേ ഇവിടെ BJPയുടെ ഒരു ഡീല് ഇതൊന്നുമല്ല. അവരൊരു വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും NDAയിൽ തന്നെ ഒരു പുതിയ കക്ഷി, മറ്റേ കിഴക്കമ്പലം സാബുവിൻ്റെ നേതൃത്വത്തിലൊരു കക്ഷി വന്നിരിക്കുന്നുണ്ട്. പലപ്പോഴും BJPയിലെ പ്രവർത്തകരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് പല സീറ്റുകളിലും ഏകദേശം 20ഓളം സീറ്റുകൾ അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആർക്കാണ് ഡീൽ എന്നുള്ളതിനല്ല, ഡീല് ജനങ്ങൾ തീരുമാനിക്കും ഇത് ആര് മത്സരിക്കണമെന്നുള്ളത്. പക്ഷേ ഇത്തവണ
കാലാകാലങ്ങളിൽ ഇന്ന ആൾ വരാതിരിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിംഗ് നടത്താറുണ്ടായിരുന്നു പലരും. അതുണ്ടാവില്ല എന്നാണ് വിശ്വസിക്കേണ്ടത്. കാരണം അതിൻ്റെ ഇപ്പോൾ ഞാൻ ഈ 2-3 സ്ഥലങ്ങളിൽ എൻ്റെ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് ലൊക്കേഷൻ നോക്കാനും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ജനങ്ങളുടെ ഒരു പൾസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വികസനത്തിനെ ഭയങ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വികസന രാഷ്ട്രീയത്തെ സർവാത്മന സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ് ഞാൻ കണ്ടത്. ഈ വർഗീയമായിട്ടുള്ള പരാമർശങ്ങളെ, വർഗീയ ധ്രുവീകരണങ്ങളെയൊക്കെ ഞാൻ പുച്ഛിച്ചുള്ളത് ശരി. ഇപ്പം ഞാനൊരു തമാശ എന്ന് പറയട്ടെ, എൻ്റെ ഒരു സിനിമയിൽ ഞാൻ ആക്ട് ചെയ്യുന്ന പടമാണ്. ആ സിനിമയുടെ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടി ഡയറക്ടറൊക്കെ ആയിട്ട് പോകുമ്പോൾ ഓഫ് റോഡുകൾ കുറവാണിപ്പോൾ എല്ലായിടത്തും. ഞാനൊരു അതിശക്തിയായിട്ട് പറയുന്നത് 85% റബ്ബറൈസ്ഡ് ടാർ റോഡുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൺമുന്നിൽ വികസനം നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആർക്കും കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്തിനൊക്കെ കേരളം ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും തന്നെയും ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഭയങ്കരമായിട്ടൊരു ലോഞ്ച് പാഡ് ആയിരിക്കും. പല കാര്യങ്ങളും ഒരു ഐ ഓപ്പണർ ആയിരിക്കും. വികസനമാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന